ഹലോ. നമുക്ക് മുടി വെട്ടാൻ പോകാം. എങ്ങനെയിരിക്കും നോക്കാം. ഓക്കെ. പക്ഷെ മുടി വെട്ടാനുള്ള സമയമായിട്ടില്ല. അതുകൊണ്ട് 4 മണിക്കാണ് മുടി വെട്ടാനുള്ള കടയിൽ അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്നത്. കാലാവസ്ഥയൊക്കെ മാറി വന്നിട്ടുണ്ട്. നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. എല്ലാം മഞ്ഞൊക്കെ ഒരുങ്ങി തെന്നലൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഭയങ്കര തെന്നലായിരുന്നു. ഇപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും നോക്കണേ, മുടി വെട്ടണം. അവിടെ എവിടെയൊക്കെ വെള്ളക്കുഴികൾ കാണാൻ പറ്റും. സൂക്ഷിച്ച് നടക്കണം. നെൽത്തോടെ നോക്കിയിട്ട് നമ്മളിപ്പം മെഡിറ്റേഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന വഴി. അപ്പോൾ അവിടുത്തെ സിസ്റ്റർ നമ്മളോട് പറഞ്ഞ് ഇനിയിപ്പം മാർച്ച് 2 അല്ലേ, അപ്പോൾ അവിടുത്തെ സിസ്റ്റർ പറയുകയാണ് ഇനി നിങ്ങൾ ഇപ്പം മഞ്ഞ് മാറിയിട്ട് എന്താ നീ അടുത്ത കാലാവസ്ഥ സ്പ്രിങ്ങിൽ വരാൻ പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. സോറി അല്ല, ഞങ്ങളെ പറഞ്ഞ് അയച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് സ്പ്രിങ്ങിൽ കാണാം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ച് സ്പ്രിങ് ആയോ എന്ന്. അപ്പോൾ അവർ പറയാണ് കാണാൻ പറ്റുന്നില്ല സ്പ്രിങ് ആയി. നമുക്ക് സ്പ്രിങ് ഒന്നും കാണാൻ പറ്റുന്നില്ല, നമുക്ക് മഞ്ഞ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇവിടെ ഇതൊരു സ്ട്രീറ്റാണ്. ഇവിടെ സ്ട്രീറ്റ്. ഈ നമ്മുടെ ഈ നാടോടി കഥകളിലെ കഥാപാത്രങ്ങളൊക്കെ ഉള്ള അതിൻ്റെയൊക്കെ പ്രതിമകളൊക്കെ ഉള്ള ഒരു സ്ട്രീറ്റാണിത്. എനിക്കിതിനെപ്പറ്റിയൊന്നും വലിയ ധാരണയൊന്നുമില്ല. എന്നാലും അവിടെ ഇവിടെയൊക്കെ ഇവിടുത്തെ എല്ലാ കെട്ടിടങ്ങളും ഏകദേശം ഒരേപോലെയാണ്. ഒരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വിജയിച്ചിട്ട് തന്നെ കണ്ടാൽ മനസ്സിലായി. പിടിച്ച് അപ്പുറത്തും ഇപ്പുറത്തും പോകുന്നവരൊക്കെ നോക്കുന്നു. കണ്ടില്ലേ ഇവിടുത്തെ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻ്റ് ആയിക്കോട്ടെ, ഇവിടുത്തെ ബിൽഡിങ്സ് ആയിക്കോട്ടെ. അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സിറ്റി സെൻറ്റർ കാണാൻ പറ്റും. അതുമില്ല, അതാണ് നിൽക്കുന്നത്. ഇവിടെ ശരി ആയിരിക്കും, അവർ പറഞ്ഞ അവർക്കനുസരിച്ച് സ്പ്രിങ് വന്ന് കാണും. എല്ലാവരും നടക്കാനൊക്കെ ഇറങ്ങിയിരിക്കുന്നുണ്ടോ. സാധാരണ ഇതിലൊന്നും ആൾക്കാരെ ഒന്നും കാണത്തില്ല. ഇതിലിപ്പം നിറയെ ആൾക്കാരെയൊക്കെ കാണാനുണ്ട്. ഈ മഞ്ഞത്ത് നടക്കാൻ ഇറങ്ങിയവരെ നിങ്ങൾക്ക് ചുറ്റുപാടും കാണാൻ സാധിക്കുന്നതാണ്. ഒന്ന് കാണിച്ചു കൊടുക്കും. എന്നിട്ട് കാണാൻ എനിക്ക് അവരുടെ നല്ലിട്ട് എന്താണ് പറയാനുള്ളത്. ഇപ്പം നമുക്ക് ഇവിടുന്ന് ഇപ്പം കുറച്ച് ഒരു സ്റ്റോപ്പ് അപ്പുറത്താണ് നമ്മുടെ ഈ മുടി വെട്ടുന്ന കടയുള്ള ആ സ്ഥലം. 4 മണിക്കാണ് അപ്പോയിൻമെന്റ്. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു മോളിലോ, ഭയങ്കര തണുപ്പല്ലേ, അപ്പോൾ അവിടെ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും മോളിലല്ല, നമ്മൾ എവറോ പാർക്ക് എന്ന് പേരുള്ളൊരു മോളിലാണ് പോകുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള മോളാണ്. ഗുഡ് മോൾ. പിന്നെ ഇതൊരു എന്താ പറയത്തില്ലേ, എന്താ പറയാ, കരകൗശല വസ്തുക്കളോ, അങ്ങനെ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെ ഉള്ള ഒരു കടയാണ്. നല്ല വിലയാണ്. നമുക്ക് പിന്നീട് ഒരു ദിവസം നമുക്ക് പോകാം. നല്ല എന്താ മഞ്ഞൊക്കെ മാറിയിട്ട് നല്ല ക്ലൈമറ്റിൽ നമുക്കൊരു ദിവസം ഒന്നുകൂടെ വരാം. അവിടെ പിള്ളേരുണ്ട്. ഇതെല്ലാം അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഫ്രണ്ടിലൊരു പാർക്ക് ഉണ്ട്. അതാണത്. ഇപ്പം ചെറുതായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. കാണാൻ പറ്റുമോ? കാണാൻ ഇതായിട്ട് കാണുന്നു. അതൊരു ഫോട്ടോ എടുക്കുന്ന സ്പോട്ടാണ്. വേണമെങ്കിൽ ഒന്ന് നിന്ന് കാണിച്ചില്ല. ഈ സ്ട്രീറ്റിലെ ഏറ്റവും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ
ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വരുന്ന ഒരു സ്ട്രീറ്റ് ഇത് തന്നെയാണ്. വേണ്ട, അതെന്റെ കുരിശി തറച്ചത്. ഈ അമ്മച്ചി നമ്മളെ നോക്കുന്നുണ്ട്, ഇതെന്തോ ഈ കാണിക്കുന്നത് എന്നാണ് നോക്കുന്നത്. ആ ഉണ്ടിക്കൊണ്ട് പോയില്ലേ അമ്മച്ചി, അതൊരു കൊച്ചാണ് കേട്ടോ. ഇവിടെ എല്ലാവരും കൊച്ചുങ്ങൾ അങ്ങനെ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പ്രത്യേക രീതിയിലാണ് നോക്കിയേ. ഇവിടെ ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ. ഇത് പുതിയതായിട്ടുണ്ടാക്കിയാണ്, ഇത് മുമ്പില്ലായിരുന്നു. അത് കാണിച്ചു. കടകളാണ്. ആ അതൊരു മിഠായിക്കടയാണ്. അല്ലല്ല, ഇത് ഈ അർഹാങ്കൽസ്കിന്റെ സൈനാണ് കേട്ടോ. ഇതാ ബ്ലാസ്റ്റിന്റെ സൈൻ. ആണോ? ആ വണ്ടിയിലെല്ലാം കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. മാടക്കട കേട്ടോ. ഇവിടെ മാടക്കട നമ്മുടെ ചായയും കാപ്പിയും പോലെ പിന്നെ പരിപ്പടിയൊന്നുമല്ല കിട്ടുന്നത്. ഇവിടെ ആണെങ്കിൽ ഷവർമ, ബർഗർ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഇത് കരകൗശല വസ്തുക്കൾ പോലത്തെ സാധനങ്ങളാണ്. നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഒന്ന് കാണിച്ചു കൊടുക്കണേ. അവിടെ എല്ലാം ആൾക്കാർ നിൽപ്പുണ്ട്, നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റൂല. ആണങ്കേട് വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല അതുകൊണ്ടല്ല, റഷ്യൻസിന് മിക്കപ്പോഴും ഇന്ത്യൻസ് വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകും. ചിലപ്പോൾ അവർ വന്നിട്ട് നല്ല തെറി വിളിച്ചിട്ട് പോകും. അതില് നടക്കാതെ ഇതില് നടന്നുകൂടായിരുന്നോ? തെന്നിവിടെ ഓടിച്ചെടുക്കാനായിട്ടാണ് ഞാനിവിടെ വന്നത്. വെറുതെ ഒരു തമാശയ്ക്ക് എല്ലാവരും കാണും, എല്ലാവരും കാണുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഇത് വെച്ച് നമുക്ക് ആൾക്കാരെ കൊണ്ട് കുത്തി കഴിഞ്ഞാൽ ഒന്നും പറ്റത്തില്ല, അതോടിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്നും പറ്റത്തില്ലേ? മുറിയത്തില്ല. ഇത് വെള്ളം ഇങ്ങനെ ഒലിച്ചൊലിച്ച് പോകത്തില്ലേ നമ്മളെ ഐസ്, എന്താ പറയാ, ഐസ് എടുത്ത് മുഖത്ത് വെക്കണം. അതെ, ആ ഐസ് മുഖത്ത് വെക്കണം. അത് നല്ലൊരു കമ്പെടുത്തിട്ട് പോകാറുണ്ട്. ഭയങ്കര തിരക്കാട്ടോ ഇന്ന്. ഇതിലേ പോകാം. ഇപ്പുറത്ത് നല്ല മഞ്ഞായിരിക്കും. ഇപ്പം മഞ്ഞ് പെയ്യുന്നുണ്ട്, എൻ്റെ മൂക്കി വന്നിരുന്നുണ്ട്. രാത്രി നല്ല രസമാണ്. ഈ കാണുന്നതിൽ മിക്കതും ചായക്കടകളാണ് കേട്ടോ. അതൊരു ചായക്കടയാണ്. അയ്യോ നല്ല മഞ്ഞായി. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഈ നടന്നു വരുന്ന വഴിക്ക് തന്നെ മഞ്ഞ് വീഴാൻ കാലാവസ്ഥ പെട്ടെന്ന് മാറി. മഴ കാലത്ത് മഴ പെയ്യുന്ന പോലെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ മാറുന്നത്. വെയിൽ വന്നിട്ട് പെട്ടെന്ന് നാട്ടിൽ മഴ പെയ്യത്തില്ലേ, അതേപോലെ ഉണ്ടല്ലേ. ഇതൊരു കാണുന്ന ഒരു ടെലിഫോൺ ബൂത്താണ്. ഇതിവിടെ ഉണ്ടായിരുന്നോ? ഇതിവിടെ ടെലിഫോൺ. ഇത് നമ്മൾ ഈ സിനിമകളിലൊക്കെ മാത്രം ചിലപ്പോൾ കണ്ടിട്ടുള്ളത്. അത് ഇതൊരു കഥാപാത്രമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനത്തെ സാധനങ്ങളായിട്ട് ഇവിടുത്തെ. ഇവിടെ ഈ എന്താ പറയുക, സമ്മറായി കഴിയുമ്പോൾ ഇവിടെ നിറയെ ആൾക്കാരായിരിക്കും. ഭയങ്കര രസമാണ്. എല്ലാ ആൾക്കാരും പിന്നെ വീടിന് വെളിയിലിറങ്ങും. ഈ കുറച്ച് മാസത്തേക്ക് അവർക്കൊന്നും വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്നാലും ഇവരിറങ്ങും കേട്ടോ. ഈ കൊച്ചുപിള്ളേ നമ്മളൊക്കെ നാട്ടിലാണെങ്കിൽ പിള്ളേരെ തണുപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞില്ല. ഇവിടെ ആൾക്കാർ, ഇവിടുത്തെ കൊച്ചു പിള്ളേരൊക്കെ കളിക്കുന്ന മഞ്ഞ് കോരിയാണ് കളിക്കുന്നത്. മറ്റേ ഇവിടെ ഈ ഷവൽസ് ഉണ്ട്, ഈ മഞ്ഞ് കോരി ഇടാനായിട്ടുള്ള ഷവൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കടൽ തോരത്ത് പിള്ളേരെ കൊണ്ട് കളിമണ്ണ് കളിപ്പിക്കാൻ കൊണ്ടുവന്നില്ല, മഞ്ഞ് കളിപ്പിക്കാൻ കൊണ്ടുപോണ്. കളിമണ്ണുണ്ടോ സനിയെ? മണൽ. മണൽ കളിപ്പിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഷവലുണ്ട്, ഇങ്ങനെ കോരി മാറ്റും. ഇതൊക്കെ ഇങ്ങനെ സൈഡിലോട്ട് കോരി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കൊച്ചു ഷവൽസ് ഉണ്ട്. ഞാനിനി ഏതെങ്കിലും പിള്ളേർ കളിക്കുന്നത് കാണുകയാണെങ്കിൽ അത് എടുത്തിട്ടേക്കാം. അപ്പോൾ അതിങ്ങനെ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ കുഞ്ഞ് കോരി കോരി കളിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ.
പിള്ളേരുടെ കളി വരെ മഞ്ഞത്ത്. ഇതൊരു കഫേ കേട്ടോ, ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നല്ല കഫേയാണ്. ഒരു 4 ടേബിൾ കാണും. അതിൽ കൂടുതലില്ലാത്തൊരു കുഞ്ഞു കഫേയാണ്. പക്ഷെ അതിനകത്ത് അത്യാവശ്യം ഒരു ചെറിയ നമ്മുടെ നാട്ടിലൊരു ഹോട്ടലിൻ്റെ അകത്തുള്ള ഫുഡ് പോലെയൊക്കെ കിട്ടും. പക്ഷെ ഇത് കഫേയാണ്. എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. ഞാനൊരു VIP ആണെന്ന് ആൾക്കാർ വിചാരിക്കുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെ വിചാരിക്കത്തില്ല, എന്തായാലും അങ്ങനെ വിചാരിക്കത്തില്ല. അറിയാം. അപ്പോൾ ഇതാണ് എവറോ പാർക്ക്. പക്ഷെ ഇത് ചെറിയ മോളാണ് ഇവിടെ ഉള്ളതിൽ. പക്ഷെ അഞ്ചിലും എനിക്കിതിഷ്ടം. ചേച്ചി പോയിട്ടുണ്ട്. ചേച്ചിയുടെ കൂടെ ഞാനും പോട്ടെ. എന്തൊരു നല്ല ക്യാമറ ഉണ്ടാവില്ല. ഫ്രീ ക്രോസ്. ഓക്കെ, ഇതൊരു ഫ്രീ ക്രോസ് തന്നെയാണ്. ഇവിടെ സിഗ്നലുള്ള ക്രോസും ഉണ്ട്, ഫ്രീ ക്രോസും ഉണ്ട്. ഇതൊരു ഫ്രീ ക്രോസാണ്. ഇപ്പം എന്താ ചെയ്യുക, ഇവിടെ ഒരു സാധനം വാങ്ങാൻ പറ്റത്തില്ല. എനിക്ക് മോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഈ മോളിൻ്റെ അകത്ത് സാധനങ്ങൾക്കെല്ലാം ഭയങ്കര വിലയാണ്. അപ്പം നമ്മളങ്ങനെ ഇവിടുന്ന് വലുതായിട്ടൊന്നും വാങ്ങത്തില്ല. പക്ഷെ ഇവിടുത്തെ അതും കാണാൻ നല്ല രസമായിരിക്കും. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടം. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് പാവമുള്ള കേട്ടോ. പക്ഷെ തൊടാൻ പറ്റത്തില്ല, ഭയങ്കര വിലയാണ്. പക്ഷെ അമ്മച്ചി പാവം താപ്പത്ത് നിന്നെടുക്ക് വിൽക്കുന്നതാണ്. അതോർക്കുമ്പോൾ വിഷമമുണ്ട്. പക്ഷെ വില ഓർക്കുമ്പോൾ വാങ്ങാൻ പറ്റും. അവരത്ര നേരം ഇന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട്. നമ്മുടെ നാട്ടിലെ ഹാൻഡ് മെയ്ഡ് സാധനം ഭയങ്കര വിലയാണ്. ഇവിടുത്തെ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെ ഇതിനിടയ്ക്കൊരു കോള് വന്ന് ആ ഒരു കുട്ടിയോട് സംസാരിച്ച് കയ്യെല്ലാം തണുത്തു പോയി, മരവിച്ചു പോയി. പിന്നെ വീഡിയോ എടുക്കുന്ന എൻ്റെ കൈ നടക്കുന്നില്ലല്ലോ. അതിലേക്ക് എൻ്റെ പേര് കാണിച്ചു കൊടുക്കാൻ അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. ഇരിക്കാനുള്ള സ്ഥലമുണ്ടോ എവിടെയെങ്കിലും? നോക്കാം. ഇല്ലില്ല, 3rd ഫ്ലോറിൽ ഇരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ താഴെയൊന്നും കണ്ടിട്ടില്ല. 3-4 വർഷമായിട്ട് ഇവിടെ ആണെന്ന് പറഞ്ഞാലും എനിക്ക് ഈ മോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ വെള്ളം എണ്ണാൻ പറ്റുന്നത്ര സമയം വന്നിട്ടുള്ളൂ. താഴെ ഷോപ്പിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ വർക്കിന് വന്നത് മണ്ടേൽ. അല്ലാത്ത വലിയോട്ട് വന്നിട്ടൊന്നും എൻ്റെ പോകും. താഴെ സമയം കിട്ടാറില്ല. കഫ പോലും ഞാനിപ്പോഴാണ് കാണുന്നത് ഇങ്ങനൊരു കഫ ഉണ്ടെന്ന്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമാകാൻ കാരണം വെച്ചാൽ കയറി വരുമ്പോഴേ ഈ ഫ്ലവേഴ്സാണ്. പക്ഷേ ഒരു ബൊക്കയുടെ വില 5000 2200 ഇത്രയൊക്കെ ആകുന്നത് നമുക്ക് വേണ്ട. പക്ഷെ നല്ല മണം കേട്ടോ, ഫ്രഷ് ഫ്ലവേഴ്സ് എടുത്ത്.
ഈ ഒരു ഫ്ലവർ ഷോപ്പ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്കിവിടെ ഇഷ്ടം. പിന്നെ ഭയങ്കര ഐശ്വര്യലേ കയറി വരുമ്പോൾ ഫ്ലവർ ഷോപ്പ് വേറൊരു മോളിലും ഇങ്ങനെയില്ല. അതുകൊണ്ട് മാത്രം എനിക്കിവിടെ ഇഷ്ടം കേട്ടോ. പിന്നെ എനിക്കിവിടെ ഇഷ്ടമെന്ന് വെച്ചാൽ ഈ ഒരു കോഫി ഷോപ്പാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമായത്. ഈ ഫ്ലോറിൽ എനിക്കിഷ്ടം. എനിക്ക് ഇതിൻ്റെ എല്ലാ ഫ്ലോറും ഇഷ്ടമാണ്. ഇതിൻ്റെ ലിഫ്റ്റ് പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് നല്ല ചുമയൊക്കെയാണ്. ഇത് വാ തുറന്നൊന്നും സംസാരിക്കത്തില്ല. അതുകൊണ്ട് ക്യാമറമാനായി ഞാൻ വെറുതെ സംസാരിക്കുക. എന്താ സംസാരിക്കാം? അതൊക്കെ അറിയില്ല. ഈ മോളിനെ പറ്റി പറ. ഇഷ്ടമല്ലേ? ഇതെൻ്റെ ഫേവറേറ്റ് മോളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മുടി വെട്ടുന്ന ഷോപ്പിൽ വന്നിരിക്കുകയാണ്. നല്ല രസമല്ലേ മുടി വെട്ടിക്കഴിയുമ്പോൾ എങ്ങനെയായി തീരുമെന്നുള്ളത് തോന്നുന്നു. കാണിച്ചു തരാം. പിന്നെ എനിക്ക് ആൾക്കാരുടെ മുന്നിൽ നിന്ന് വീഡിയോ എടുക്കുന്ന കാണാൻ ഇതുണ്ടായിരുന്നു. ചെയ്യും. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ അഭിഷിഷ്യത്തെ, അതായത് ഞങ്ങളുടെ ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ്. അവിടെ വെച്ച് എടുക്കാനായിട്ട് പറ്റിയില്ല. മുടി വെട്ടിക്കഴിഞ്ഞ് ഈ കോലത്തിലായിട്ടുണ്ട് മുടി വെട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം വെട്ടിയപ്പം കുറച്ചുകൂടെ നന്നായിട്ടാണ് വെട്ടിയത്. ഈ പ്രാവശ്യം ആ പെങ്കൊച്ചി തന്നെയാണ് വെട്ടിയത്. പക്ഷേ ഇച്ചിരി ഒക്കാനുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഞാൻ പറയാനുണ്ടോ?